നമ്മൾ ഈ സെക്ഷനിൽ മിറർഡ് വോളിയം പറഞ്ഞാൽ എന്താണ്, മിറർഡ് വോളിയം എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കാൻ പോകണം. മിറർഡ് വോളിയത്തിൽ വല്ല പ്രോബ്ലം വന്നാൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതും നമ്മൾ നോക്കാം. ഈ മിറർഡ് വോളിയത്തിന് RAID 1 എന്ന് പറയും. അടുത്തത് നമ്മൾ RAID 5 എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ XP, വിൻഡോസ് 7 ഇങ്ങനത്തെ ക്ലയൻറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ചെന്നാൽ നിങ്ങൾക്ക് സ്പാൻഡ് വോളിയം, സ്റ്റിപ്ഡ് വോളിയം മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. ഈ സ്പാൻഡ് വോളിയം, സ്റ്റിപ്ഡ് വോളിയത്തിൽ സ്പീഡ് ഇൻക്രീസ് ആവും എന്നല്ലാതെ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ആയാൽ നിങ്ങൾക്ക് ഡാറ്റ ടോട്ടലായിട്ട് ലോസ് ആവും. പക്ഷേ സെർവറിലൊക്കെ RAID എന്നൊരു ഓപ്ഷൻ ഉണ്ട്. RAID 1, RAID 5 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു ഹാർഡ് ഡിസ്ക് കേടുവന്നാലും നിങ്ങൾക്ക് ഡാറ്റ ലോസ് ആവില്ല. നമ്മൾ സ്റ്റാർട്ടിൽ റണ്ണിൽ ഡിസ്ക് മാനേജ്മെൻറ്റ് കൺസോൾ എന്ന കമാൻഡ് അടിച്ചിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റിനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ 2 ഹാർഡ് ഡിസ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനിഷ്യലൈസ് സ്ക്രീൻ നമുക്ക് ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നമ്മൾ 2 ഹാർഡ് ഡിസ്കും ഇനിഷ്യലൈസ് ചെയ്യണം. 2 ഹാർഡ് ഡിസ്കും സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡൈനാമിക് ഡിസ്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മിറർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡൈനാമിക് ഡിസ്കിൽ മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ ഡിസ്ക് 1ഉം ഡിസ്ക് 2ഉം ഡൈനാമിക് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഫിനിഷ്. നമ്മൾ ഡി ഡ്രൈവിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് വയ്ക്കുക. വൈ ഡ്രൈവായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതിന് ഡിസ്ക് 1 റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ വോളിയം സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ മിററാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അതുകൊണ്ട് മിററിനെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഒരു ഹാർഡ് ഡിസ്ക് മാത്രമേ സെലക്റ്റഡിലുള്ളൂ. ഒരു ഹാർഡ് ഡിസ്കിൽ നിങ്ങൾക്ക് മിറർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ നെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഇനി ഒരു ഹാർഡ് ഡിസ്കും കൂടി ആഡ് ചെയ്യണം. ഡിസ്ക് 2നെ സെലക്ട് ചെയ്തിട്ട് ആഡ് ക്ലിക്ക് ചെയ്യണം. നമുക്ക് എത്ര സ്പേസ് വേണം പാർട്ടീഷനിൽ എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മളിപ്പോൾ RAID 5 പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാൻ പോകണം. നമ്മൾ ആദ്യമേ സ്പാൻഡ് വോളിയം, സ്റ്റിപ്ഡ് വോളിയം എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിപ്ഡ് വോളിയത്തിൽ നിങ്ങൾക്ക് സ്പീഡ് അധികമുണ്ടാവും. കാരണം 2-3 ഹാർഡ് ഡിസ്കിൽ ഒരേ ടൈമിൽ ഡാറ്റ എഴുതുന്നുണ്ട്. ഒരു 2 ടൈംസ് 3 ടൈംസ് സ്പീഡ് ഇൻക്രീസ് ആവും. പക്ഷേ ഒരു ഹാർഡ് ഡിസ്ക് ഫെയിലിയർ ആയാൽ നിങ്ങൾക്ക് ഡാറ്റ കിട്ടില്ല. നമ്മൾ കമ്പ്യൂട്ടറിൽ ഒരു ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്ക് മാനേജ്മെൻറ്റ് ഓപ്പൺ ചെയ്ത് നോക്കണം. ഇവിടെ ഒരു ഡിസ്ക് മിസ്സിങ് എന്നുണ്ടാവും. നമ്മൾ ഡിസ്കിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഫെയിൽഡ് റിഡൻഡൻസി എന്നുണ്ട്. ഇത് തന്നെ നമ്മൾ മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഡ്രൈവ് ഒക്കെ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഫയൽ അങ്ങനെ ഉണ്ടാവും.